ബിജുക്കുട്ട ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വിളിക്കണ സമയത്ത് ബിജുക്കുട്ടൻ വരാന്ന് തലേ ദിവസം നമ്മൾ 2 ദിവസം മുമ്പ് പറഞ്ഞാണ്. ഇവൻ അതിൻ്റെ ഇടയിൽ ഒരു മെസ്സേജ് അയച്ച് നിങ്ങളെ മാനസികമായി തളർത്തിയപ്പോഴാണല്ലോ നിങ്ങൾ വരാതായത്. അവന്റെ ട്രാപ്പാണത്. 2 ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അപ്പോഴും ഞാൻ ഇയാളെ ഫ്രോഡാണെന്ന് അറിയില്ല. ഇയാൾക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ചെയ്യാൻ ഡയറക്ഷൻ ചെയ്യാൻ അറിയാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങള് നമ്മളിത് നല്ല സാധനം ഉണ്ടോ, നല്ല സാധനമാണ്, നമ്മളിത് കൈവിട്ട് കളയരുത്. ഇല്ലേട്ടാ ഞങ്ങളങ്ങനെ ചെയ്യോ, എന്തെങ്കിലും പ്രശ്നം ചേട്ടൻ പറയണോട്ടാ. ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചുകൂടി കാസ്റ്റിംഗ് ഇതിനകത്ത് അല്ല നമുക്ക് ഇനിയിപ്പോ മറ്റേ ക്ഷമിച്ചേട്ടൻ വരും, മറ്റേ എന്താണ് മറ്റേ മനോജ് കെ ജയൻ വരും പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം അതല്ല, അത് രണ്ടുപേരും അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത് മറ്റുള്ള ചെറിയ ചെറിയ സാധനങ്ങൾക്ക് ഞാൻ പറഞ്ഞു ജാഫർക്കിനെ വിളിക്കാം, ഞാൻ പറഞ്ഞാ വരും. നമുക്ക് എന്തെങ്കിലും ഞാൻ എന്റെ കെയർ ഓഫിൽ കൊടുക്കാം, നമുക്ക് അങ്ങനെ കൊടുക്കാം. അവരൊക്കെ വിളിക്കുമ്പോ കാശ് കൊടുക്കുമ്പോ ഇവന്റെ കാശ് കുറഞ്ഞു പോവൂലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഷാജുവിനെ വിളിക്കാം പാലക്കാട് നിന്ന്, പോലീസിന്റെ വേഷം ചെയ്യാനായിട്ട്. അപ്പൊ ഇവർക്കൊക്കെ ഇഷ്ടമാണ്, ആ സ്കൂളാട്ടോ അത് നല്ലതാണെന്ന് പറഞ്ഞു. മറ്റേ സംസാരിച്ചിട്ട് പോകും, പിറ്റേ ദിവസം വന്ന് മാറ്റും. രാത്രിയിൽ ഇയാള് അല്ല അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവൻ നിങ്ങളുടെ മുന്നിൽ ഭയങ്കര മാന്യനെ പോലെ വേണോന്നൊക്കെ പറഞ്ഞാൽ അവൻ മാറി നിന്നേച്ചാൽ അതൊന്നും വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറയാം. ഇന്നലെ എന്നോട് സംസാരിച്ചപ്പോ ഞാനതേ മറ്റേ എന്താണ് നമ്മുടെ പ്രൊഡ്യൂസർ ഒരാളുണ്ടല്ലോ ശ്രീകുമാർ, അതാ ഷെരീഫിനോട് ഞാൻ പറഞ്ഞേ, ഞാൻ അന്ന് പറഞ്ഞില്ലേ നമുക്ക് അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് അന്ന് തോന്നിയേ ഞാൻ പറയണ ഇയാൾക്ക് ഞാൻ പറയണതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവനെ സംബന്ധിച്ചിട്ട് നല്ലൊരു പടം എടുക്കാന്നുള്ളതല്ല, മാക്സിമം പൈസ ഊറ്റാന്നുള്ളതുള്ളു ലക്ഷ്യം. അപ്പൊ ഇന്നലെ പുള്ളി എന്നോട് പറയണ ബിജുക്കുട്ടൻ അത് പറഞ്ഞത് എന്റെ മനസ്സിൽ കേറിയിട്ടില്ല ബിജുക്കുട്ട. കാരണം ഇവൻ പറഞ്ഞത് മുഴുവൻ എന്റെ മനസ്സിൽ കിടക്കുന്ന സിനിമ ഇങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത്. ഇപ്പൊ മനസ്സിലായി എനിക്ക്. മറ്റവരൊക്കെ ബിജു എന്ന സിനിമക്ക് നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞെന്നുള്ളത് എനിക്ക് അറിയാം. കാരണം 2 പ്രാവശ്യത്തിക്കുള്ളിൽ അയാളോട് സംസാരിക്കാൻ പറ്റില്ല, അപ്പോഴേക്ക് ടോപ്പ് മാറ്റിക്കളെ. ബിജുക്കുട്ട വേറെ കാര്യം അറിയോ, ബിജുക്കുട്ടന്റെ ഡബ്ബ് അവൻ ശരിക്കും സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, അവൻ വേറൊരു മിമിക്രി ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പോയത് തടഞ്ഞത് ഞാനാ. ഞാൻ പറഞ്ഞപ്പോ ശരിയല്ലേ? പിന്നില്ലേ, പിന്നെ എനിക്ക് നമുക്കത് പറയാൻ പറ്റൂലല്ലോ. എനിക്കറിയാം. അല്ല നന്ദുമാർ വേറൊരു തിരക്കില്ലല്ലേ? ഇല്ല പറഞ്ഞു നന്ദുമാർ വേറൊരു കാര്യം കേൾക്കണോ? ഇയാള് എന്റെ സംഭവം എന്റെ ഡബിങ് വേറെ മിമിക്രിക്കാരെ വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ആ മിമിക്രിക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു. അവൻ നല്ല വിവരമുള്ളവനാ. ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ടട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യണ്ടട്ടാ, ഞാൻ തന്നെ ചെയ്തോളാം, ചേട്ടന് ക്യാഷ് കിട്ടാം. അവൻ എന്നോട് ചോദിച്ചു ചേട്ടൻ വിദേശത്താണെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞല്ല, അല്ലെങ്കിൽ അസുഖം വല്ലതും ഉണ്ടാ. ഞാൻ ഒന്നുമില്ല, ഞാൻ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടത്തിൽ ഡബ് ചെയ്യാൻ പറഞ്ഞ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യണ്ട. അല്ല ചെയ്യൂല, ഞാൻ ഇവിടെ ഉണ്ട്, അപ്പൊ കുറച്ച് പൈസ എനിക്ക് തരാണ്ട്. ഞാൻ ആ പൈസ പ്രതീക്ഷിച്ചിട്ടല്ല, ഈ പടം അത് അങ്ങനെയെങ്കിലും നന്നാവും. നമ്മളെ സംബന്ധിച്ച് ഷെരീഫിക്ക് വന്ന് കരയുമല്ലേ, അപ്പൊ നമുക്കറിയില്ല ഇയാൾ ഇത്ര പൈസ കൊടുത്ത കാര്യം. ഇവനാണ് പ്രൊഡ്യൂസർ എന്നല്ലേ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കണത്. പൈസ പിന്നെ അവനാണ് പ്രൊഡ്യൂസർ എന്ന് അവന്റെ പേരിലല്ലേ സെൻസർ ചെയ്തേക്കണത്. പൈസയും കൊടുക്കൂല. അത് മാത്രമല്ല ഇവരുടെ എഗ്രിമെന്റ് പേപ്പറൊക്കെ മേടിച്ചപ്പോഴേ ഇവൻ കാണിച്ച പോക്കൃത്തരം എന്നാന്നറിയാം. 2023 മേടിച്ചിട്ട് ഇവൻ 2022 എഴുതി വെച്ചതേല്. അത് മാത്രല്ല ബിജുക്കുട്ട, ഇവൻ ഇതിനു മുമ്പും വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നമ്പൂതിരി ചെറുക്കൻ്റെ എന്നെങ്ങാണ്ടും 10 ലക്ഷം രൂപ എങ്ങാണ്ടും മേടിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഇപ്പൊ വീണ്ടും അടുത്ത പടം തള്ള് അറ്റ് റീല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചേക്കണ്. അങ്കമാലിയിൽ ഒരു ചേച്ചി ഇവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് നേരത്തെ. ഇവൻ വക്കീല് പറഞ്ഞതേ ഇവൻ ഫിനാൻഷ്യൽ ഫ്രോഡ് എന്നാ പറഞ്ഞ. ഇപ്പൊ എന്നോട് വന്നുവെച്ചും പറഞ്ഞു, ഞങ്ങളുടെ മുന്നിൽ ബിജുക്കുട്ടനെ ഇവൻ പ്രസന്റ് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ കാശിന് വേണ്ടിയിട്ട് റോട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി ലഹളയുണ്ടാക്കി രാത്രിയിൽ ഷൂട്ട് വരെ മുടങ്ങിപ്പോണ പരുവത്തിലേക്ക് എത്തിച്ച ഒരു നടനാണ് ബിജുക്കുട്ടൻ എന്നുള്ള രീതിയിലാണ് ഇവൻ ഞങ്ങളുടെ പറയണത്. അപ്പം നമ്മളെല്ലാവരും ഞാനപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ബിജുക്കുട്ടൻ അതിനെന്തിനാണ് ബിജുക്കുട്ടൻ കിടന്ന് ലഹള ഉണ്ടാക്കേണ്ട കേസ്. അപ്പോൾ എന്നോട് ശ്രീകുമാർ വന്നേച്ചും പറഞ്ഞു എൻ്റെ പൊന്നോ ഞാൻ ലാസ്റ്റ് ഗതി കെട്ടിട്ട് സ്വർണം വരെ എടുത്തു കൊടുത്തു. അപ്പോഴും ഞാൻ പറഞ്ഞു ഇതൊക്കെ ഉണ്ടാക്കണതിന് മുമ്പ് എന്തെങ്കിലും ഒരു സംസാരം എവിടെയെങ്കിലും ഉണ്ടാവണം.
അല്ലെങ്കിൽ വെറുതെ ഒരു സുപ്രഭാതത്തിൽ വരും. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു പെട്ടിയിൽ സ്വർണം കൊണ്ടു തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് സ്വർണ്ണമല്ല, സ്വർണം വേണമെങ്കിൽ ഞാൻ ജ്വല്ലറി പോയി വാങ്ങിച്ചോളാം, എനിക്ക് എന്റെ പൈസ എന്ന് പറഞ്ഞ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്റെ കാറിൽ കയറി എട്ടും പറഞ്ഞത് കാർ കയറുമ്പോ തരാം. നമ്മളെ ഇടക്കിടക്ക് ചോദിക്കണില്ലേ? അതായത് ഈ സമയത്തൊക്കെ 19 ലക്ഷം രൂപ അവന്റെ കയ്യിൽ ഇരിക്കാണ്. എന്നിട്ടാണ് അവൻ എന്താ ചെയ്തതെന്ന് അതൊക്കെ ഒരു തരം ഡ്രാമ. അതായത് അതുകൊണ്ട് ബിജുക്കുട്ടൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് മറ്റവർക്ക് നമ്മളോട് വെറുപ്പായി, മറ്റേ പ്രൊഡ്യൂസർമാർക്ക് നമ്മളോട് വെറുപ്പായി. അപ്പൊ ഇനിയിപ്പോ എന്നാ സംഭവിച്ച, ബിജുക്കുട്ടന്റെ അടുക്കൽ ആരും സംസാരിക്കാത്ത രീതിയിലേക്ക് ആ സീൻ എത്തും. ഇത് അന്വേഷിച്ച് പോയാലേ അറിയാൻ പറ്റുള്ളൂ ഇവൻ എങ്ങനെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് ഇവനെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് സിറ്റുവേഷൻ ഇവൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മള് അതെ. പോലീസ് ഫസ്റ്റ് ഡയലോഗിൽ തന്നെ പറഞ്ഞ അവൻ ക്രിമിനലാണ്. അവനൊരു മനസാക്ഷി എന്നുള്ള സാധനമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്കെതിരെ അവൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടേക്കണുണ്ടല്ലോ, ബിജുക്കുട്ടൻ വന്നതുപോലും പെണ്ണ് പിടിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ്. ഞാനാലോചിക്കും, അതായത് ഇനി ആരും ഇതിന്റെ പുറകെ വരരുത്. അവൻ അങ്ങനെയാണ്, മനസ്സിലായ? പെണ്ണ് വിഷയം എന്നൊക്കെ പറയുമ്പോൾ ഒരുവിധ ആൾക്കാർ പിന്നിലേക്ക് പോകുന്ന അറിയണം. അതൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞ നീ പൊട്ടൻ അറിയത്തില്ലല്ലോ. അല്ല ഇതിപ്പോ എന്നാന്ന് വെച്ചാല് അവൻ എഴുതിയേക്കണ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റും അവന് തന്നെ എതിരുള്ള ആയുധമാണെന്ന് ആ പൊട്ടൻ അറിയില്ല. അത് മാത്രല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഹുസൈനെ നാളെ എത്തണമെന്ന്. നീ പോടാ കോപ്പയെന്ന് പോലീസിനോട്. ആ അല്ല, വേറൊരു കാര്യമുണ്ട്. കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഡൗട്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മറ്റേ ഇന്ത്യൻ പീനൽ കോഡിന്റെ അംബേദ്കറിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടു. എന്നിട്ട് പറഞ്ഞു തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം അംബേദ്കർ ഉണ്ടാക്കിയതാണ് ഇങ്ങനൊരു പുസ്തകം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റ് ചെയ്യുന്നവർ ഏതൊക്കെ രീതിയിൽ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്യാത്തവർക്ക് ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ തെറ്റ് ചെയ്തവർ പേടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടു. ഇവൻ നേരെ അതിൻ്റെ ഇടയിൽ എഴുതിയിട്ട് ഒന്ന് പോളാമേരിയ പൂറാണെന്ന് കമന്റിൽ എഴുതിയിട്ടേക്കാണ്. എന്നിട്ട് അവൻ പറയാം, നീ പോയി ആദ്യം ഇതൊക്കെ വായിച്ച് പഠിക്കുക, അതിൻ്റെ അകത്തൊന്നും ഒരു ഉണ്ടാക്കില്ല എന്ന് പറയുന്ന രീതിയിൽ. അപ്പം ഇതിപ്പോൾ ഞാൻ പോലീസിനോട് ചോദിച്ചപ്പോൾ പോലീസിനോട് പറയാം, എന്താണ് ഇവന് വല്ല തീവ്രവാദി സംഘടനകളായിട്ട് വല്ല ബന്ധമുണ്ടോ? സന്ദീപ് വാര്യരാണ് ഇതിന്റെ തിരി കൊളുത്തിയത്. ഞാൻ എനിക്കറിയില്ല, എന്നെ ഫോട്ടോ കാണിച്ചെന്നു. അതൊക്കെ ആ സന്ദീപ് വാര്യർ ഈ സുധിയുടെ ഫ്രണ്ടാണ്. സുധിനെ വിളിച്ച് തെറി പറഞ്ഞു പുള്ളി. പറഞ്ഞിട്ടാണ് എന്നെ വിളിപ്പിച്ചത്. ഞാൻ അവന്റെ പോസ്റ്റുകൾ കണ്ടിരുന്ന, എന്താണ് ബിജെപിനെ കുറിച്ചൊക്കെ എഴുതിയാക്കണ കണ്ട, ഈ നോദിനെ കുറിച്ചൊക്കെ എഴുതിയാക്കണ കണ്ടിരുന്ന. ഞാനിതൊന്നും വായിക്കാണ്ട് നിന്റെ കൂട്ടുകാരെ നല്ല സെറ്റപ്പിൽ വന്നല്ലേ അത് ചെയ്തു തന്നത്, നീ അതൊക്കെ നോക്കണ്ടെന്ന് ചോദിച്ചിട്ട് അവനെ ചീത്ത പറഞ്ഞു. ശരിയാണത്. അതെ. അല്ല, ഇവന് ഞാൻ ഇങ്ങനെ ഇന്നലെ നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇവന് പേഴ്സണൽ പ്രൊഫൈലൊന്നും ഇല്ല. ഈ സിനിമാക്കാരെ, ഈ സിനിമ ആഗ്രഹിച്ച് നടക്കണവരെ പറ്റിക്കാൻ വേണ്ടിട്ട് ഒരു 3 അക്കൗണ്ട് ഉണ്ടെന്നുള്ളതല്ല. കൊറേ ഉണ്ട്. അതിനതൊക്കെ ഞാൻ ഇവന്റെ അടുത്ത് നോക്കി. എനിക്ക് നല്ല സ്ക്രീൻഷോട്ട് അയച്ചു തന്നപ്പോ അപ്പൊ വേറൊരു പെണ്ണ് ഇവനെ പറ്റിച്ചു, ഇവള് ഭയങ്കര ഫ്രോഡാണ്, നിങ്ങളെ പറ്റിക്കാൻ സാധ്യതയുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നടക്കണെന്ന് പറഞ്ഞ് അവൾക്ക് ഇതിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏതൊരു പെണ്ണ് ലക്ഷങ്ങൾ തട്ടിക്കാൻ വേണ്ടി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ. അതേതാണ്? അത് ഞാൻ കണ്ടില്ലല്ലോ. അവൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഒരു പെണ്ണ്, നല്ലൊരു പെണ്ണ്, അവള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, എന്റെ ഇത്ര രൂപ തട്ടിച്ചിട്ടുണ്ട്, നിങ്ങൾക്കും ഇത് അടുത്ത നിങ്ങളാവാൻ വരാ, നിങ്ങൾ സൂക്ഷിച്ച് നടക്കുക, അവളുടെ പേര് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആരാണെന്ന് എനിക്കറിയില്ല, എനിക്ക് കണ്ടുപരിചയമില്ല. എന്റെ നന്ദകുമാരൻ, ഞാൻ ഈ പ്രമോഷന് വരാത്തതിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? ഒന്നാമത് അവിടുന്ന് ഇവിടുന്നൊക്കെ വെട്ടിക്കൂട്ടി വെച്ചേക്കണം. എന്നിട്ട് ഒരു വലിയ സീൻ മൊത്തം നമ്മൾ ഡയലോഗ് പറഞ്ഞത്, സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് മൊത്തം 5-6 പേരിരുന്ന് 6 പേർക്കും ഡയലോഗ് ഉണ്ട്. എനിക്കൊക്കെ ഭയങ്കര വലിയ ഡയലോഗ് ഉള്ളത്. ഇവൻ വന്നപ്പോ ഞാനപ്പോ അടുത്ത് എവിടെ എന്ന് വെച്ചപ്പോ ഈ സീൻ എടുത്തത്, അത് വലിയ സീനാണല്ലോ. എന്നിട്ട് ഇതിനകത്ത് ഈ ഡയലോഗ് പറയേണ്ടതാ പറയണത്. ഞാൻ പറഞ്ഞത് എന്താണത്, നമ്മുടെ സിനിമയിലുള്ള സ്ക്രിപ്റ്റിലുള്ള ഡയലോഗല്ലേ അത്. വേണ്ട ചേട്ടാ, അതെ എന്താണെന്നറിയാമോ, അത് നമ്മളെ കഥ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ചേഞ്ച് ഒന്ന് ഈ ഒരു സീൻ മാറ്റി കഴിഞ്ഞാൽ ചേഞ്ച് മാറും. ചേട്ടാ ഞാൻ പറഞ്ഞ ശരി, ഞാൻ പറഞ്ഞോട്ടാണ് എന്ന് പറഞ്ഞു. നമ്മുടെ സ്റ്റുഡിയോയില് മറ്റവൻ ഡബ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിച്ചെന്നാക്കേണ്ട ഡബ് ചെയ്യാനുണ്ട്. കാരണം നമ്മള് അത്രയും കൂടി നന്നാവാൻ വേണ്ടിട്ട്. അല്ല, എനിക്ക് മനസ്സിലായി നിങ്ങള് വന്നത് തന്നെ ഇത് എന്താ കാട്ടിക്കൂട്ടിയാക്കണെന്ന് കാണാനും കൂടെ ആണല്ലോ. അതെ
അതെ കാണാനും കൂടിയാണ്. അത് തന്നെയല്ല മറ്റവനാ ഞാൻ ചെന്നില്ലെങ്കിൽ മറ്റേ ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഇവരെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കും, എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കും മറ്റേ സൗണ്ടില്. അപ്പൊ ഞാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞ്, അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, എന്നാ പിന്നെ ഡയലോഗ് താ നിങ്ങൾ എഴുതി താ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതാ എന്താണ് പറയണ്ടെന്നുള്ളത്. നമുക്കൊരു പകരവും ഡയലോഗ് ഉണ്ടാവുമല്ലോ, ക്ലോസും കാര്യങ്ങളും വലിയ ഡയലോഗും. അപ്പൊ ഇവൻ പറയണേ ചേട്ടൻ അത് ചേട്ടന്റെ ഒരു ഇതുണ്ടല്ലോ, ചേട്ടന്റെ ഒരു മാനരസം ഉണ്ടല്ലോ, അത് വെച്ചങ്ങ് എന്തെങ്കിലും സംസാരിച്ചോളെ. ഞാൻ പറഞ്ഞു എന്താണ് ഇത്, അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു ഷോട്ടാ അല്ലെങ്കിൽ ഒരു നോടോ വല്ലതുമാണോ, ഒരു വലിയൊരു സീൻ മൊത്തം മാറ്റിയെടുക്കണ്ടേ. പിന്നെ അല്ല ഇതൊക്കെ തന്നെ, ഇത് മാത്രമല്ല എഡിറ്റിംഗ് ഒക്കെ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇവന് കുറെ സീൻ എടുത്തില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് എൻ്റെ ക്യാമറ വെച്ചിട്ട് ഇപ്പം വേറെ കുറെ സീനുകൾ എക്സ്ട്രാ എടുപ്പിച്ച്. അപ്പോഴൊക്കെ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ല, ഈ ഷെരീഫിക്കനെ പോലത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇരുന്ന് കരയുന്നു. അപ്പം നമ്മളത് എങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴല്ലേ ഇപ്പോഴല്ലേ ഈ കഥയൊക്കെ അറിയണം. 1 കോടി രൂപയുടെ അടുത്ത് മേടിച്ചിട്ടുണ്ടെന്ന് ഞെട്ടിപ്പോയി. അല്ല ഞാൻ ഇന്നലെയാണ് അറിയണ 1 കോടി രൂപ. ഞാൻ എന്ത് 25 ലക്ഷം രൂപ ആയിട്ടുള്ളൂ, എന്തെങ്കിലും 5-6 ലക്ഷം രൂപ 5-3-5 ലക്ഷം രൂപ ഒക്കെ എടുത്തിട്ടുണ്ടാവും. എന്റെ പൊന്ന് ബിജുക്കുട്ടാ, ഞാനും അത് വിചാരിച്ചാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്. ഞാനും ഇന്നലെയാണ് കരുതണ 1 കോടി രൂപ. അതായത് ഷെരീഫിനെ കൊണ്ടിട്ട് ബജാജിന്ന് വരെ അവൻ ലോൺ അടിപ്പിച്ച്. എൻ്റെ അപ്പോൾ ഒന്നും പറയണ്ട. പക്ഷെ ഇതിപ്പോ പൂട്ടിയിട്ട് ആ പടം ഒന്ന് വൃത്തിയാക്കി കച്ചവടം ചെയ്ത് ആ പുള്ളിയുടെ ഇവന് അടിച്ചോണ്ട് പോയ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ ഇവന് കേസ് കൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ. ഇനിയിപ്പോ ബിജുക്കുട്ടനൊക്കെ ഇവൻ എത്ര രൂപയാണ് തന്നേക്കണേന്നൊക്കെ എന്നാ പറഞ്ഞേക്കണേന്നൊന്നും ഒരു പിടുത്തമില്ല. ഞാനപ്പോ ഇവരോടൊക്കെ ചോദിച്ചു, അതൊക്കെ ഇവരും കൂടി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് തോന്നണട്ടാ, എനിക്കറിയില്ല. എന്താ പറഞ്ഞ ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടല്ലോ ചെന്താമരാക്ഷൻ ചേട്ടൻ എന്നോട് പറഞ്ഞത്, ബീച്ചേട്ടൻ ഞാൻ പറഞ്ഞത് കൊണ്ടും ഈ കഥ ഇഷ്ടപ്പെട്ടത് കൊണ്ടും ചേട്ടൻ 4 ദിവസം കൊണ്ട് 3 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു ചേട്ടനെ. ഈ 3 ലക്ഷം രൂപയിൽ പിന്നെ എനിക്ക് ഞാനൊരു 2 ദിവസം കൂടി കൂടുതൽ നിന്ന് കൊടുത്തു, അതിന് പൈസ വാങ്ങിച്ചില്ല. പിന്നെ നിൽക്കണമെങ്കിൽ എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ചാനലിന്റെ പരിപാടി കളഞ്ഞിട്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് 50,000 രൂപ വെച്ചിട്ട് 3 ദിവസം നിൽക്കണമെന്ന് പറഞ്ഞോളൂ. അപ്പൊ 1.5 ലക്ഷം രൂപ എനിക്ക് തന്നെ പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു, ചേട്ടാ ഞാനൊരു 75 രൂപ ചേട്ടൻ തരാം, 75 50. അപ്പൊ ഞാൻ പറഞ്ഞു ശരി മതി, അത് മതി, അല്ലാണ്ടൊന്നും നമ്മളത് വരാം, കാരണം നല്ല സിനിമ ആയിരിക്കും, നല്ല സിനിമയാണല്ലോ, കാരണം അത് മതി. അങ്ങനെ ഒരു 75 രൂപ 50 രൂപയും കൂടി കൂടുതലും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. കൂടി വന്ന ഒരു 4 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ചെന്താമരാക്ഷൻ ചേട്ടൻ പറഞ്ഞ് ആർട്ടിസ്റ്റ് ബേസിൽ 5 ലക്ഷം രൂപ ആയിട്ടുള്ളൂ, 4 ലക്ഷം രൂപ ചേട്ടന്, ബാക്കി 1 ലക്ഷം രൂപയാണ് ബാക്കി എല്ലാവർക്കും കൊടുത്താൽ മതി. 25,000 രൂപ വെച്ചിട്ടാണ് അങ്ങനെ എന്തോണം മറ്റുള്ളവർക്ക് കൊടുത്താലും മതി. മറ്റു ചെറിയ ആൾക്കാർക്ക് ആർക്കും ഒന്നും പൈസ കൊടുത്തിട്ടില്ല. 5 ലക്ഷം രൂപയാണ് എനിക്കറിയാവുന്ന, ആ പുള്ളി പറഞ്ഞത് ചെന്താമരാക്ഷൻ ചേട്ടന് അറിയാവുന്ന ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ് ഇതാണ്. 4 ലക്ഷം രൂപ ബീച്ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് 75 4 ലക്ഷം രൂപ എങ്ങനെ പോയാലും 10-25 രൂപ കൂടുതൽ വരില്ല. ഞാൻ ചെന്നന്ന് ഞാൻ പറഞ്ഞ് ഞാൻ ഇനി പോണത് 5 ദിവസം കണ്ട് ഈ സിനിമ ഷൂട്ട് 4 ദിവസം എന്നല്ല എന്നോട് പറഞ്ഞിരിക്കണത്. അപ്പൊ 2 ദിവസം കൂടലിരിക്കണം. അപ്പൊ 6 ദിവസം. ഞാൻ ഇനി 6 ദിവസം കഴിഞ്ഞിട്ട് പൈസ ചോദിക്കുള്ളൂ. ഞാൻ അതിന്റെ ഇടയിൽ ഒന്നും പൈസ ചോദിക്കൂല. അല്ല പൈസ ചേർപ്പ് വേണോ? ഞാൻ പറഞ്ഞു എനിക്കിപ്പോ വേണ്ട, ഞാൻ ഉള്ളിൽ കൂടെ വെച്ചിട്ട് കഴിയുമ്പോ തന്നാ മതി. ആ കഴിയണ ദിവസം രാവിലെ ചെന്നപ്പോ ഞാൻ പറഞ്ഞു നമ്മ പറഞ്ഞ ദിവസം ഒന്നാട്ടാ. അപ്പൊ ഇന്ന് രാത്രി നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോ തരട്ടെ, എപ്പോഴും റെഡി എന്ന് പറഞ്ഞു. 3 മണിക്ക് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ച്. അപ്പൊ ഷെരീഫ് പറയാ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. രാത്രി 9:00 ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി കയറി റൂമിലേക്ക് പോണ സമയത്താണ് പൈസ ഇല്ലെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ ചൂടാവും. പിന്നെ നിങ്ങൾ ചൂടാവും. പക്ഷെ ഇതല്ല കഥ. ഈ നിങ്ങൾ നേരത്തെ ചോദിച്ചതും പറഞ്ഞതും ഞാൻ ചൂടായി കഴിഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഞാൻ എപ്പോഴും പൈസ ചോദിക്കാറില്ല, ഞാൻ ഇന്ന് തന്നെ ഒന്നല്ല പറഞ്ഞത്. അപ്പൊ അവരൊരു നാളെ രാവിലെ നിങ്ങൾ പോണേക്കും പൈസ തരാം. ഞാൻ പറഞ്ഞു അത് പറ്റൂല, പൈസ ഞാൻ ഇപ്പൊ തന്നെ വീട്ടിൽ പോയിണെന്ന് പറഞ്ഞു. എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പാണ് ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരാള് വലിയൊരു ബോക്സ് ഡിക്കിന്ന് എടുത്തിട്ട് കുറെ സ്വർണം, മാല, മോതിരം, വള, ഇതൊക്കെ തന്റെ പൈസ എത്രയാന്ന് വെച്ചാൽ 4-5 അതിനുള്ള സ്വർണ്ണം എടുത്തിട്ട് ബാക്കി തന്നിച്ച്. ഞാൻ പറഞ്ഞു ഇനിയുടെ ഇത് എന്നെ കാണിച്ച് നീ എന്നെ പേടിപ്പിക്കില്ലടാ, നിന്റെ വലിയ സ്വർണ്ണ കച്ചവടക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വർണ്ണം വാങ്ങിക്കാനാണെങ്കിൽ എനിക്ക് ജ്വല്ലറി പോയി വാങ്ങിക്കാം, എനിക്ക് എന്റെ പൈസ. അല്ല അത് നിങ്ങളെ അതെന്നെ സംബന്ധിച്ചാൽ അവനെ വേറെ രീതിയിൽ പ്രഷർ കയറ്റി വെച്ചേക്കാണ്. അതായത് ഇതിൻ്റെ അകത്ത് സംഭവം എന്നാന്ന് വെച്ചാൽ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത പരുവത്തിൽ ഇവൻ ബ്ലോക്ക് ചെയ്തു. അതായത് ബിജുക്കുട്ടനെ എന്നെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ഇവന് 5 ഡയലോഗ് മതിയല്ല. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആണ്.
അല്ല ഈ ബ്രില്യന്റ് എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവണം. കാരണം ഇയാളായിട്ട് ഈ ഉടക്കണ്ട റോഡിൽ വെച്ച് ഉടക്കി എന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് പോലും എനിക്ക് ഇയാളോട് വെറുപ്പ് തോന്നിച്ചില്ല. എന്നെ മാറ്റി എടുത്തിട്ട് പറയും, എന്റെ ചേട്ടൻ, ഞാൻ 20 വർഷം ഇതിന്റെ പുറകെ കിടക്കണത്, ചേട്ടൻ നന്നായിട്ട് സഹകരിച്ച്, ഇവന്മാര് ആദ്യത്തെ പ്രൊഡ്യൂസർമാര് ഇവന്മാർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണ്ട, ചേട്ടൻ ഇന്ന് പൈസ ചോദിക്കുന്നു. അല്ല ഹുസൈനെ, ഞാനൊന്ന് 3 മണിക്ക് പറഞ്ഞില്ലേ, 9 വരെ കഴിഞ്ഞാൽ തീർന്നിട്ടാ ഞാൻ പറഞ്ഞ. ഇയാളുടെ പേരിൽ തെറ്റില്ല. ഇല്ല, അല്ല ഇവനെ ഇപ്പൊ ഇവിടത്തെ സംബന്ധിച്ച ബിജുക്കുട്ടനോട് എന്ന് പറഞ്ഞില്ലേ 20 വർഷമായിട്ട് നടക്കുന്നു. അപ്പൊ ആ വേഡില് ബിജുക്കുട്ടൻ ലോക്കായി. 20 വർഷം. പക്ഷേ നമ്മൾ ആ ലോക്കായ മൈൻഡിൽ നിന്ന് നേരെ റിട്ടേൺ, ഈ 20 കൊല്ലം നീ എന്നെ അടിക്കരുതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ്. അപ്പൊ ഇത് ഈ ബിജുക്കുട്ടൻ്റെ ഉണ്ടായ വിഷയം ഞാൻ സുധിയായിട്ട് സംസാരിച്ച് തർക്കം, ഞാനിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ബിജുക്കുട്ടൻ ഈ സുധിയെടുക്കെ ഞാൻ തിരിച്ചു ചോദിച്ചത്, നിങ്ങൾ ഈ വഴക്കുണ്ടാക്കിയ സീനാണല്ലോ പറയുന്നുള്ളൂ, നിങ്ങൾ അതിന്റെ ബാക്കിലേക്ക് എടുക്ക്. ഉണ്ടാവണമല്ലോ. അപ്പൊ ഇങ്ങനെ ബാക്കിലേക്ക് പോകുമ്പോ ബിജുക്കുട്ടൻ ഇന്ന് പൈസ ചോദിക്കൂല എന്നും ഞാൻ പോകുന്ന സമയത്ത് ചോദിക്കുള്ളൂ എന്നും പറഞ്ഞത് ഇവന് നിങ്ങൾ വന്നതിന്റെ അന്ന് അറിയാം. അപ്പൊ നിങ്ങൾ പോകുന്നതിന്റെ അന്ന് എങ്ങനെയാണ് നിങ്ങളെ നാണം കെടുത്താൻ പറ്റുക എന്നുള്ളത് അവൻ അതിനു മുമ്പേ ചിന്തിച്ചു. ഇനി ഈ ബാങ്ക് കംപ്ലൈന്റ് ആവുമെന്നും ബാങ്കിൽ പൈസ ഇല്ല എന്നുള്ളത് അവന് രാവിലെ അറിയാം. അപ്പൊ ഇവനെ സംബന്ധിച്ചിട്ട് ഇവന്റെ ഗെയിം എന്തായിരുന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രീകുമാറിന്റെ കയ്യിൽ സ്വർണവും പണവും ഉള്ളത് ഇവൻ കണ്ടു. അപ്പൊ ഇങ്ങനെ ഒരു കൺജക്ഷൻ, അതായത് പൈസ കൊടുക്കാൻ പറ്റൂലാത്തൊരു സിസ്റ്റം ഉണ്ടാക്കുകയും ബിജുക്കുട്ടൻ അവിടെ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവരെവിടുന്നെങ്കിലും പൈസ സെറ്റ് ചെയ്ത് ബിജുക്കുട്ടന് തരുന്ന ഒരു തലത്തിലേക്ക് അവരെത്തും. അപ്പൊ അങ്ങനെ എത്തുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിജുക്കുട്ടന് തരാൻ വെച്ചിരിക്കുന്ന പൈസ ഇവന്റെ പോക്കറ്റിലിരിക്കും. ആ ഗെയിം മനസ്സിലായ? ഇവനെ സംബന്ധിച്ചിട്ട് എന്ത് പോകാനാണ്? 3-4 പേരെടുക്കൽ 10 ഡയലോഗ് അടിച്ചാൽ മതി, 4 ലക്ഷം രൂപ അവൻ്റെ കയ്യിലിരുന്ന. അന്ന് ഞാൻ ചോദിച്ച കാര്യമാണ്, അങ്ങനെയല്ലേ ആ സീൻ ഉണ്ടായത്. ഇപ്പൊ അവൻ ഇനി ഈ സ്വർണം കൊടുക്കുന്നു, നിങ്ങൾ ആ സ്വർണം മേടിച്ചു എങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. അല്ല നിങ്ങൾ ചെയ്തെന്താന്ന് വെച്ചാൽ ഒരു സാധാ പടമല്ലേ, അവർ ഈ 5 ദിവസം കൊണ്ടിട്ട് പൈസ എവിടുന്നേലും ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാനുള്ളൊരു സമയമാണ് നിങ്ങൾ കൊടുത്തത്. അതെ. അപ്പൊ ഇവൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഇവൻ നിങ്ങളെ വീഴ്ത്തിയത് മറ്റേ മനോജ് കേജനും അവരും ഇവരും ഒക്കെ വരും എന്ന് പറയാം. ഇനി നായകൻ നിങ്ങളാന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്നേ ഓടിയേനെ. അല്ല ഇതിന്റെ അകത്ത് ഞാനൊരു അന്വേഷണം ഇതിന്റെ പിന്നിൽ നടത്തിയപ്പം ഇവൻ ഈ സിനിമ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 10-18 കളി ഇവൻ കളിച്ചിട്ടുണ്ട്. അപ്പം ഓരോ സ്ഥലത്തും ഇവൻ ഓരോ ഗെയിം കളിച്ചു. അതായത് ബിജുക്കുട്ടൻ അന്ന് വഴക്കുണ്ടാക്കിയിട്ട് പോകുമ്പോൾ ഇവൻ പിന്നീട് പറയും ബിജുക്കുട്ടൻ്റെ സീൻ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവന് ഓരോ സമയത്ത് ഓരോ ഷോ ഇറക്കി ഇവൻ എൻ്റെ അടുക്കേ വന്നപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നളിയാ, നീ ഇത് ആരോടാണ് ഇത് സംസാരിക്കണമെന്ന് ആദ്യം ആലോചിച്ചിട്ട് സംസാരിക്കണം. അപ്പൊ ഇവൻ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ആർക്കും മറ്റവര് പിന്നെ സിനിമാക്കാരും സിനിമയും കാര്യങ്ങളും സിനിമ മോഹമുള്ളവര് ആരും കണ്ടു പരിചയമൊന്നുമില്ല. ഞാൻ എത്ര പടങ്ങൾ അഭിനയിച്ചാണ് എനിക്ക് വരെ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിലാണ് ഇവൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കാര്യം പറയാം, ഞാൻ ഇന്നലെയാണ് ഈ 60 ലക്ഷം രൂപ ഇയാള് പിടിങ്ങിയെന്ന് അറിയണം ഇന്നലെയാണ്. പിന്നെ എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ അന്ന് പറഞ്ഞത് ഞാൻ എന്റെ മനസ്സിൽ കരുതുന്നത് ഞാൻ ചെല്ലാത്തതിന്റെ ഒരു വേദനയും വിഷമവും കാര്യങ്ങളാണ്. ഐഡിയ ആയിരുന്നത്, ഇതെല്ലാം ഐഡിയ ആണ്. അതെല്ലാം ഞാനിപ്പോൾ ബിജുക്കുട്ടനോട് പറഞ്ഞത്. അതായത് ഈ ഒരു തിക്ക് ഉണ്ടാക്കിയിട്ട് ആ തിക്കിൽ ഇവൻ പറയും എൻ്റെ കയ്യിൽ കാശില്ല, അത് എങ്ങനെയും ബിജുക്കുട്ടനെ അറേഞ്ച് ചെയ്യണമെന്ന് അവിടെ ചെന്ന് പറഞ്ഞ് പ്രഷർ ഉണ്ടാക്കിക്കളയും. അപ്പോൾ ഈ ശ്രീകുമാറും ഇവരും ഒക്കെ എന്നാ വെച്ച് കഴിഞ്ഞാൽ ആർക്കും സിനിമ അറിയില്ലല്ലോ. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു, സ്പോട്ട് എഡിറ്റിങ്ങിൻ്റെ ഹാർഡ് ഡിസ്ക് തന്നെ കംപ്ലൈൻ്റ് ആക്കിയത് എനിക്ക് തോന്നുന്നത് ഈ ഷൂട്ട് ചെയ്യുന്ന സാധനം ആൾക്കാർ കാണുമല്ലോ. അപ്പം തന്നെ ഈ ഷൂട്ടിങ്ങിന് എന്ത് പെരുമഴയും ചെയ്യാലോ. അതിൻ്റെ ഇടയിലാണ് സ്പോട്ട് എഡിറ്റർ എന്നോട് പറയണത്, ചേട്ടാ കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ആക്ഷൻ എന്ന് പറയുന്ന ഡയറക്ടറെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല ഇവനെ അറിയാവുന്ന പണി എന്ന് പറയുന്നത് അന്തസ്സായിട്ട് കള്ളം പറയും.
കള്ളം പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഓഫർ കൊടുക്കും. അപ്പോൾ അതായത് 50 കോടി രൂപ അല്ലെങ്കിൽ 10 കോടി രൂപയൊക്കെ കിട്ടും, അതുകൊണ്ടിട്ട് ആ പൈസ അവൻ കൊണ്ടുപോകും, നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്ന ഒരാളോട് പറയുമ്പോൾ ആ പറയുന്ന ആൾക്ക് ഇപ്പോൾ ഷെരീഫിനെ സംബന്ധിച്ചിട്ട് ചിക്കൻ വെട്ടണ ഇവൻ ചിക്കൻ കട തുടങ്ങാനാണ് കാശ് ചോദിച്ചിരുന്നെങ്കിൽ ഷെരീഫ് ഇവനെ അന്നേ തന്നെ ക്ലിപ്പിന് പിടിച്ചേനെ. ഇത് ഷെരീഫിനെ സംബന്ധിച്ചിട്ട് നോക്കുമ്പം ഇപ്പോൾ ബിജുക്കുട്ടനായിക്കോട്ടെ, ഈ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, ഇവരൊക്കെ വരുമ്പോൾ ഇവരെല്ലാവരും ഈ തിയേറ്ററിലും ടി വിയിലും അല്ലേ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവരെല്ലാവരും ഒരു അത്ഭുത ലോകത്തായിരുന്നു. ഈ അത്ഭുത ലോകം ഇല്ലാത്ത ഒരാളെന്ന് പറയുന്നത് ഞാനായിരുന്നു. ഇപ്പം ഞാൻ അജു വർഗീസിനെ വെച്ച് പടം ഡയറക്റ്റ് ചെയ്ത് സെൻസർ കഴിഞ്ഞ് നിൽക്കുന്ന ആളല്ലേ. ആർക്കും അവിടെ ആരും നമ്മളൊന്നും അറിയാൻ പാടില്ല, നമ്മളൊക്കെ ആദ്യമായിട്ട് കാണുന്നവര് തന്നെയാണ്. എന്തിനും പിടിച്ച നീറ്റുകൾ റീലിടലും മറ്റേ സ്റ്റാറ്റസ് ഇടലും വരുന്നു. അതെ അതെ എല്ലാവരും. ഇവൻ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇവൻ എറണാകുളത്ത് വന്നിട്ട് ഇവൻ ഏത് സിനിമാക്കാരനെടുക്കുക ചോദിക്കുമ്പോഴും എന്നെ അറിയാം, മനസ്സിലായില്ലേ. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇല്ലേ എന്നാണ്, നമ്മൾ ഇവൻ്റെ പൈസക്ക് വേണ്ടിയിട്ടല്ല സിനിമയിൽ നിന്നത്. നമ്മളൊരു സിനിമ നന്നാക്കാനായിട്ട് നമ്മുടെ കഴിവ് എത്രത്തോളം യൂസ് ചെയ്യാം, അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇവൻ എൻ്റെ ത്രൂ ഇവിടെ കയറിയ ഓരോ ബന്ധങ്ങളും ഇവൻ ഓരോന്ന് പറഞ്ഞ് നശിപ്പിച്ച് ഇല്ലാണ്ടാക്കി തുടങ്ങി. പിന്നെ ഇവിടെ കളിച്ച് ഇവൻ മറ്റേ വേറെ ഒരു ടീമിനെ കൊണ്ടിട്ട് എനിക്കെതിരെ കൊണ്ടുവന്ന് പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവൻ ക്രിമിനലാണെന്ന് മനസ്സിലായത്. ലാസ്റ്റ് പോലീസിനും അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തൊട്ടിട്ടാണ് ഇത് ഉൾട്ടടിച്ചത്. പിന്നെ വേറെ കാര്യമുണ്ട് ബിജുക്കുട്ട, എന്നും എല്ലാ കൊല്ലവും ഒരാളെ പറ്റിക്കാൻ പറ്റുമോ? നമ്മൾ ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം തിരിച്ചടിക്കുമല്ല. ഇപ്പം എന്നെ സംഭവിക്കാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവനെതിരെ അന്വേഷണം പ്രോപ്പറായിട്ട് നടത്തണം എന്നുള്ളതാണ് പോലീസിനോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അവൻ ഇവന് വേറൊരു കേസുണ്ട്, ഇവൻ്റെ കയ്യിൽ ഇത്രയും കാശിരിക്കുകയാണ്, ഇവൻ എന്തും ചെയ്യാം, മനസ്സിലായേ. 19 ലക്ഷം രൂപ കയ്യിരിക്കണവൻ എന്തും കാട്ടിക്കൂട്ടാല, അവന് രാജ്യം വിട്ട് വേണേലും പോകാല. അപ്പോഴല്ലേ അറിയുന്നത് 50 അല്ല 1 കോടി രൂപയുടെ അടുത്ത് മറ്റുള്ളവരെ പറ്റിച്ച കാശ് എൻ്റെ കയ്യിലുണ്ടെന്ന്. എന്നാൽ ഇവൻ ഭയങ്കര ബുദ്ധിമാനാണ്. ഇവൻ ഒരു കാറ് മേടിക്കുകയോ അല്ലെങ്കിൽ ഇവൻ്റെ വീടിനടുത്തൊന്നും ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇവനെപ്പോൾ ഗജ ഫ്രോഡാണ്. അത് വക്കീൽ ആദ്യം തന്നെ പറഞ്ഞല്ല, ഫസ്റ്റ് എടുത്ത ഡയലോഗിൽ തന്നെ പറഞ്ഞു. അവരൊക്കെ അവർക്ക് ഇല്ല. അപ്പോൾ എന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഫേസിൽ ഒരു പാവത്താൻ മോന്തയുള്ളത് തന്നെയാണ് ഇവൻ്റെ ഏറ്റവും വലിയ ഗുണം. പാവത്താൻ മോന്തയാണ്. അതെ. ഇപ്പം ഇവനെ ഈ ചാനലിൽ വന്ന് ഇത്രയും സംസാരിച്ചിട്ട് ചാനലുകാർക്ക് പോലും നിങ്ങളെ വിളിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവൻ ഡയലോഗ് അടിച്ചു കളഞ്ഞത്. എന്താണ് പ്രമോഷന് വരുന്ന പൈസ വരെ മുൻകൂർ ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്നുള്ള കാര്യം ഈ മട്ടൻ അറിയാമോ? അല്ല, അതവൻ എന്താ യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷെയ്ൻ നിഗത്തിന്റെ ഒക്കെ ഉണ്ടായ സംഭവം പഠിച്ചിട്ട് അവൻ ഈ ചാനലിന് ഫ്രണ്ടിൽ വന്നവർ ബിജുക്കുട്ടൻ്റെ അടുക്കയിൽ പോലും വിളിച്ച് അന്വേഷിക്കാത്ത രീതിയിൽ ഇവനെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഇവൻ അത്രയും പേരുടെ നമ്പറും മേടിച്ചെടുത്ത് അവരെ കൺവിൻസ് ചെയ്ത്, അതായത് അവന്മാരെ ഇവൻ പറ്റിച്ച്. പിന്നെ അവന്മാരെ സംബന്ധിച്ചിട്ട് നിങ്ങളെ വിളിച്ചിട്ട് ചോദിക്കാൻ പറ്റുമോ, ഈ ബിജുക്കുട്ടൻ ചേട്ടാ എന്താണ് നിങ്ങൾ ആ പടത്തിന് പോകാത്തത്, മറ്റേതാ മറിച്ച്. അവന്മാർ ഇനി നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുമെന്ന് ഓർത്തിരിക്കണേണ്. നിങ്ങൾ പ്രതികരിക്കാതായതോടുകൂടി അവർ വിട്ട് കളഞ്ഞു. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനന്ന് നന്ദുമാരോട് പറഞ്ഞോ ഇല്ലെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ പിന്നെ എൻ്റെ ഒരു ഫേസ്ബുക്കിൽ വന്നിട്ട് പറയാതിരുന്നത്, പിന്നെ ഒരു പോസ്റ്റ് ഇടാതിരുന്നതും, അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൂട്ടുകാരന്മാരോട് വിളിച്ച് പറയാതിരുന്നതിന്റെ കാര്യം എന്താ പറയുക, എനിക്ക് പറയാനുള്ളത് നെഗറ്റീവാണ്. അപ്പൊ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, നമ്മളെ ഷെറീഫിനോ, കാരണം ഈ പടം ഞാൻ ഇറങ്ങണമെങ്കിൽ ഇറങ്ങിക്കോട്ടെ, ആരെങ്കിലും രണ്ടുപേര് കണ്ടോട്ടെ. ഞാൻ വന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ 2 സീൻ വരെ ഈ ഡയലോഗ്, നമ്മൾ പറഞ്ഞ ഡയലോഗ് അല്ലാതെ വേറെ ഡയലോഗ് പറയിപ്പിച്ചു. പിന്നെ ഈ സംഭവം വെട്ടിക്കൂട്ടിയാണ് ഉണ്ടാക്കിയാണത്, എനിക്ക് സിനിമ കാണാൻ പറ്റിയിട്ടില്ല, ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതെ. അല്ല, ഇവൻ വേറെ ഇവനെ ഇതിനൊരു എക്സ്പ്ലനേഷൻ ഞാൻ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല, ഇവനെന്താ ഇവന്റെ ഗെയിം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നമ്മളെന്ത് പറയുമെന്നുള്ളത് ഇവൻ തിങ്ക് ചെയ്യും. അതായത് ഇങ്ങനെ ഒരു സീൻ പറയുമ്പോൾ അത് ഔട്ട് വരുമ്പോൾ ബിജുക്കുട്ടൻ കാണുമ്പോൾ ബിജുക്കുട്ടൻ എന്തായിരിക്കും പ്രതികരിക്കുക എന്നിവൻ മുൻകൂട്ടി കണ്ടിട്ട് അവനറിയാം. അപ്പോൾ ബിജുക്കുട്ടൻ ഇത് കണ്ടു കഴിഞ്ഞാലും ചിലപ്പോൾ പടം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിജുക്കുട്ടൻ ചിലപ്പോൾ സൈലൻ്റ് ആവും. ഇവൻ ബിജുക്കുട്ടനെ പഠിച്ചിട്ടുണ്ടാവും. ഏത്
തന്നെ അല്ല അത് ശരിയാണ്. ആ ഞാൻ പടം റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടായിരുന്നത്. എന്നാരും വിളിച്ചിട്ടില്ല, എന്റെ ഇല്ല കൂട്ടുകാരന്മാര് ആരും വിളിച്ചിട്ടില്ല. അതിനിടയിൽ എന്നെ വിളിച്ചത് 2-3 ഡയറക്ടേഴ്സ് വിളിച്ച് ഇതൊന്നും കാര്യമായിട്ട് എടുത്തിട്ട് ബിജു ഒന്നും പ്രതികരിക്കരുതാ, ഒന്നും പ്രതികരിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അതായത് ഇനിയിപ്പോ പ്രതികരിക്കുകയാണെന്ന് വെച്ചു. ഇപ്പൊ ബിജുക്കുട്ടൻ പറയാണ് അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്ന് പറഞ്ഞാലും ഇവൻ തന്നെയാണ് അവിടെ സ്റ്റാർ ആവുള്ളൂ. കാര്യം ഇവന് ഒന്നാമത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം. അപ്പം അന്ന് ബിജുക്കുട്ടൻ വന്നിട്ട് ലഹള ഉണ്ടാക്കിയില്ലേ, അതിന് ഇവന്മാരെല്ലാവരും സാക്ഷിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ മനസ്സിലായ, എന്നിട്ട് ഇവൻ നിങ്ങളെ ടാർഗറ്റ് ഇടും. അല്ലെങ്കിൽ പിന്നെ ഇവൻ ഇന്നിപ്പോൾ പോസ്റ്റ് ഇടേണ്ട കാര്യമുണ്ടോ? ഈ പോസ്റ്റ് ഇട്ടത് എന്തിനാണ്? നമ്മളതേ കയറി പ്രതികരിക്കണം. അതായത് ഈ വിടക്കാക്കി ഉടക്കാക്കാന്ന് പറയും. നമ്മൾ കയറി പ്രതികരിക്കുന്നതോടുകൂടി അത് പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് വേറെ രീതിയിൽ വർത്താനം പോകും. അപ്പോൾ ഇത് ആരും പ്രതികരിച്ചില്ല. എല്ലാവരും ഞാൻ എല്ലാവരോടും പറഞ്ഞു അവൻ ഇങ്ങോട്ട് തെറി വിളിച്ചാലും മിണ്ടിപ്പോരുമെന്ന് പറഞ്ഞു. അവൻ വേറെ കണ്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഗെയിമറാണല്ല, ഇവൻ പക്ക ഗെയിമറാണ്. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റൂല കേട്ടോ, ഇവൻ ഗെയിമറാണ്. കാരണം ഞാൻ ഇങ്ങനെ പ്രസ് മീറ്റ് അല്ല, അവരിങ്ങനെ പ്രസ് മീറ്റ് വിളിച്ചു വരുത്തിപ്പോ അതിനൊരു എക്സ്പ്ലനേഷൻ ഞാൻ കൊടുക്കൂലെന്ന് അവരറിയാം. ഈ പടം ഇറങ്ങാൻ വേണ്ടി ഞാൻ കുറെ പറഞ്ഞിട്ടും ഞാൻ അതിനു വേണ്ടി ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് അവനറിയാം. അതെ, അല്ല ഈ പ്രൊഡ്യൂസറായിട്ടുള്ള നല്ല, അതായത് അവനെ അവിടം വരെ കണ്ടിട്ടാണ് ബ്രോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത്. അവൻ മനസ്സിലായില്ലേ, നിങ്ങളെ ബ്ലോക്ക് ചെയ്തത് മനസ്സിലായ. അതായത് നിങ്ങൾ വന്നാൽ നിങ്ങൾ സ്റ്റാർ ആവും, ബിജുക്കുട്ടൻ്റെ ത്രൂ ആണത് പോവുകയുള്ളൂ. അപ്പോൾ ആ അറ്റൻഷൻ അവനിലേക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ വരരുത്. നിങ്ങൾ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവൻ കയറി അറ്റാക്ക് ചെയ്യണം. ആ അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സൈലൻ്റ് ആവും. ആ അറ്റാക്കിൽ തന്നെ നിങ്ങൾക്കൊരു കൂടത്തിനടി അവൻ ചാനലിൽ കൂടെ തരുമ്പോൾ നിങ്ങൾ പിന്നെ സൈലൻ്റ് ആവും. അപ്പോൾ ഇവൻ കയറി സ്റ്റാർ ആവും. അപ്പോൾ ഇവൻ എന്ത് കിട്ടും? ഇവൻ ഈ പോപ്പുലാരിറ്റിയിലേക്ക് ഇവന് സെൻറ്റിമെൻറ്റ്സ് കംപ്ലീറ്റ് വർക്കൗട്ട് ആക്കുമ്പോൾ ഇവൻ അതുവഴി 100 പേരിൽ നിന്നും 1 ലക്ഷം രൂപ വെച്ച് മേടിക്കാം. ഇറ്റ്സ് വെൽ പ്ലാൻഡ് ആണ്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ അവനത് വർക്കൗട്ട് ആക്കുകയും ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബിജുക്കുട്ടനെ വരാത്ത പടത്തിൻ്റെ അകത്ത് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടു പോയി ബ്രോ, എനിക്ക് നല്ലൊരു പടം ചെയ്യണം ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വീണ്ടും വരെ തള്ളുരാമനാ എന്ന് പറഞ്ഞ് അതെ. ഇനി അത് മാത്രമല്ല, ഇവനിപ്പോൾ പുതിയ പിള്ളേരെ ക്യാൻവാസ് ചെയ്തിരിക്കുന്നത് ചെമ്പൻ വിനോദിൻ്റെയൊക്കെ പടം വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഈ ചെമ്പൻ വിനോദിൻ്റെ പടം കണ്ടപ്പോൾ എനിക്ക് ചെമ്പൻ ചേട്ടനെ അറിയാം. അപ്പോൾ ചെമ്പൻ ചേട്ടനാണ് ഒടുക്കത്തെ തിരക്കാണ്. മോഹൻലാലിനെയൊക്കെ വെച്ചിട്ട് റൈറ്റിങ്ങിൻ്റെ പുറത്താണ്. പുള്ളി റൈറ്റിങ്ങിൻ്റെ ഇടയിൽ അഭിനയിക്കാൻ പോലും പോകില്ല. അപ്പം ഞാൻ ഇവനെ വിളിച്ചിട്ടും ചോദിച്ചേ, എടോ താൻ എന്ത് കോപ്പാടോ കാണിക്കണേ, ഈ ചെമ്പൻ വിനോദിൻ്റെയൊക്കെ ഫോട്ടോ ഇടാൻ ചെമ്പൻ വിനോദിന് താൻ അഡ്വാൻസ് വല്ലതും കൊടുത്താ? അല്ല അതൊക്കെ നമ്മൾ വിളിച്ചാൽ വരും, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചാൽ അതിന് താൻ അത് വെച്ച് പബ്ലിസിറ്റി ചെയ്യുന്നതിനാണ് എനിക്ക് മനസ്സിലായില്ല. അല്ല അത് കുഴപ്പമൊന്നുമില്ല, അത് ചെമ്പൻ ചേട്ടനൊരു 2-3 ലക്ഷം രൂപക്കൊക്കെ വരുമെന്ന്. ഞാൻ അപ്പം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ എവിടെ വിളിക്കാനായിട്ട് അവന് ചെമ്പൻ വിനോദിനെ പോലും അറിയില്ല. എന്നിട്ട് അവൻ ഒതുക്കത്തിൽ എൻ്റെ അടുക്കുകയെന്ന് വെച്ചാൽ പറയണേ, ഞാൻ നാളെ അജു വർഗീസിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതേത് ഞാൻ അജുവിനെ വെച്ച് പടം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ പോവുകയാണ്, അജു വർഗീസ് 50,000 രൂപയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ മോനെ നീ തള്ളിക്കോ, പക്ഷെ അത് ഈ പാവപ്പെട്ട പിള്ളേർക്കെ തള്ളു, എൻ്റെ അടുക്ക തള്ളാൻ വരല്ലേ അളിയാ. ഞാൻ ഒന്നുമില്ലല്ലോ അവനെ വെച്ച് പടം ചെയ്താൽ. അപ്പോൾ എനിക്കറിയാം അളിയൻ്റെ റേഞ്ച് എന്താണെന്നും അളിയൻ എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നതെന്നും ഒക്കെ എനിക്കറിയാം. നീ തള്ളിക്കോ, പക്ഷെ അത് ഇങ്ങനെ തള്ളരുതെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 പറഞ്ഞാണ് ഉടക്കി കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ തനിക്കോണം വന്നത്. അക്കാര്യം ഇവൻ നമ്മളെ യൂസ് ചെയ്യുവാന്നീ. ആ ചെമ്പൻ ചേട്ടൻ്റെ കാര്യം പറയുന്നത് ഇതൊക്കെ ഞാൻ കാണുന്നില്ല. കാര്യം എനിക്കിവനെ കാണത്തില്ല. ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ വിളിച്ച് പറയുകയാണ്. എന്നിട്ട് ഇവൻ എന്താ ചെയ്യുക? ഇവൻ എവിടെയാണ് പണി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൈഡ് റിലീസിനെ കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഷെറീഫിക്കോട് പറഞ്ഞിക്കാ ഈ സാധനം ഇവൻ പാലക്കാട് ഹൗസ്ഫുള്ളാക്കാന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഇവരാരും പടം കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു പാലക്കാട് പടം ഇട്ടിട്ട് ഹൗസ്ഫുള്ളായെങ്കിൽ മാത്രം അപ്പുറത്തായിട്ട് വിട്ടാൽ മതി. അപ്പോഴും ഈ പന്നിയുടെ 19 ലക്ഷം രൂപ ഇരിക്കും. അത് നമുക്കറിയില്ല കേട്ടോ. നമ്മളിവിടെ ഈ പറഞ്ഞ ഇച്ചിരി ഈ പറയുന്ന കഞ്ഞിക്കാശിന് അവിടെ ഇവിടെ വിളിച്ച് പറയുന്നു, അവരോട് ഇതെടുക്കുന്നു, അളിയാ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, മറ്റേ തിയേറ്റർ മൊത്തം റിക്വസ്റ്റ് ചെയ്യുന്നു, മനസ്സിലായ? അപ്പോൾ ഇവിടെ എല്ലായിടത്തും എന്താണ് ഇന്ന പോലൊരു പടമാണ് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. അത്യാവശ്യം ചേട്ടാ കുഴപ്പമില്ല, 10 പേര് കയറി കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയണം, മൂടടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ ഗെയിം മാറ്റി ഇവന് ഈ
വൈഡ് റിലീസ് വേണ്ടാന്ന് പറയുമ്പോൾ തൊട്ടിട്ട് ഇവൻ കിടന്ന് ലഹള ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലായി ഇവൻ വേറെ ഗെയിമിലാണ്. അല്ല, ഇവൻ വൈഡ് റിലീസ് വേണമെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു വൈഡ് റിലീസ് വേണ്ടാന്ന് പറഞ്ഞു. കാര്യം ഇത് പുറത്തോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് കണ്ടാൽ തന്നെ ഇവൻ്റെ ഈ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പാലക്കാട് ഇത്ര പേരല്ലേ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം വർക്ക് ചെയ്തിട്ടെങ്കിലും ആ പുള്ളിക്ക് എന്തെങ്കിലും 10 രൂപ കിട്ടണ പരുവത്തിലേക്ക് എത്തിക്കാമല്ലോ. അപ്പോൾ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് എന്തായിരുന്നു ഞാൻ പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ അതുവരെ അന്യായ ഗെയിം കളിച്ച് കളഞ്ഞു. ഭയങ്കര ഗെയിമറോട് ഒന്നും പറയാനില്ല. അതെന്താണെന്നറിയാമോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞതാണ്. കാരണം ഇവര് ഇപ്പൊ നന്ദകുമാർ ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും നന്ദകുമാർ പറഞ്ഞാലും കേൾക്കൂല, ഞാനും പറഞ്ഞാലും കേൾക്കൂല. അഡിക്ഷൻ ആക്കി കളഞ്ഞു. ഇന്നലെ പറഞ്ഞ എന്നോട്, ചേട്ടാ ബിജു ഞാൻ എന്ത് പറയാ, ബിജു പറയാനൊക്കെ ഞാൻ കേട്ടിരുന്നെങ്കിലും എന്റെ മനസ്സിൽ പോലും ഇല്ല ഇപ്പൊ ബിജു എന്താ എനിക്ക് പറഞ്ഞാന്ന്. അഡിക്ഷൻ ആയിരുന്നു ഈ ഇവൻ ഇൻജക്ട് ചെയ്താക്കണത്. അതെ. അല്ല, ഇതിന്റെ ഈ 2 ദിവസം മുമ്പ് പരാതി കൊടുക്കുന്നതിന് 2 ദിവസം മുമ്പ് പോലും ഇവൻ അവിടെ നിന്ന് ഷെരീഫിക്കയുടെ ഒരു കൂട്ടുകാരനെ കൊണ്ടിട്ട് ഷെരീഫിക്കയുടെ കൂട്ടുകാരനെ ഇവൻ കൺവിൻസ് ചെയ്തിട്ട് ഷെരീഫിക്കയുടെ കൂട്ടുകാരൻ നടന്ന് ഇവൻ ഈ ഷെരീഫിക്കടിക്ക് ചെന്നിട്ടും പറഞ്ഞ് നിങ്ങൾ എന്താണ് പറയുന്നത്, ആ ചെറുക്കൻ എന്ത് പാവമാണ്, അവൻ നിങ്ങളെ വെച്ചൊരു സിനിമ ചെയ്തില്ലേ, നിങ്ങൾക്ക് ആ സിനിമക്ക് അവനെതിരെ എന്തിനാണ് നിങ്ങൾ കേസ് കൊടുക്കുന്നത്, കഷ്ടമുണ്ട് കേട്ടോ ഷെരീഫെ എന്ന് പറഞ്ഞപ്പോൾ ഷെരീഫിക്ക തിരിച്ച് പറഞ്ഞേ, എടാ നീ ഇപ്പോൾ അവനെ നിനക്ക് പരിചയമുണ്ടാ? ഇല്ല, എനിക്കിങ്ങനെ കണ്ടല്ല. ഈ 5 മിനിറ്റ് കൊണ്ട് നിനക്ക് അവന് വിശ്വാസം വന്നില്ലേ? ഇതാണ് എനിക്ക് 1 കൊല്ലം മുമ്പ് പറ്റിയത്. എന്നിട്ടേ ഷെരീഫിക്കയുടെ കടയുടെ തൊട്ടപ്പുറത്തുള്ളവൻ്റെ നിന്ന് വരെ ഇവൻ 50,000 രൂപ ഷെരീഫിക്കയുടെ പേരും പറഞ്ഞ് മേടിച്ച്. ഗജ പോക്രിയാണ് ഇവൻ. എന്നിട്ട് ഇപ്പം ഇനി അന്വേഷിക്കുമ്പോൾ അറിയാം ബ്രോ ഇത് എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഇനി ഇവന് കൺവിൻസിങ് ചെയ്യിപ്പിക്കാൻ പാവം എന്നുള്ളത് വരുത്തി തീർക്കാനും ഭയങ്കര ഇവൻ 10 പ്രാവശ്യം പറയണ്ട, 8 പ്രാവശ്യം പറഞ്ഞാൽ മതി. അല്ല, അതിനൊരു കാര്യമുണ്ട് ബിജു ബ്രോ, അതായത് ഇവന് കൃത്യമായിട്ട് അറിയാം. ഉദാഹരണം, ഞാൻ ചെന്ന റൂം വലിയൊരു ഹോട്ടലിൽ ചെന്ന്, ഞാൻ അവിടെ ഏറ്റവും വലിയൊരു ഹോട്ടലിൽ എന്തൊരു വലിയ പഴയ ഹോട്ടലാണ്, അത് ഇടിച്ചു കരുതി അവര് വലുതാക്കി കെട്ടി. അപ്പൊ അതിനകത്ത് ചെന്നപ്പോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പണി നടക്കണതിന്റെ വലിയ ഒച്ചയുണ്ട്, ഇങ്ങനെ ടക്ക് ടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു ഹോട്ടലിൽ ചെന്നപ്പോ ഒരു ചെറിയ റൂം. അപ്പൊ എന്റെ പെട്ടി മറ്റേ ലഗേജ് എടുത്ത് വെക്കാനൊന്നും സ്ഥലമില്ല, അത് എന്റെ ഒരു ഞാൻ കിടക്കണ പെട്ടിയിൽ തന്നെ വെക്കണം. അപ്പൊ എന്നോട് ഒരു ദിവസം ഞാൻ അവിടെ കിടന്നിട്ട് കിച്ചൺ രാത്രി ഒരു ദിവസം ഇവൻ എന്റെ റൂമിൽ വന്നു. അയ്യോ ഇത് ചെറിയ റൂമായി പോലെ, ചേട്ടാ ഇവിടെ മാറ് ഇവൻ ഇട്ടായിരുന്നു. ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, ഇനിയിപ്പോ ഇതൊക്കെ പൊക്കിക്കൊണ്ട് പോകണ്ടേ, ചേട്ടാ ഇത് വെക്കാൻ സ്ഥലമില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഒരാളല്ലേ ഇവിടെ കിടക്കണുള്ളൂ, ഞാൻ ഈ സൈഡില് ഈ എന്റെ ബോക്സ് ഞാൻ വെച്ചോളാം, അപ്പൊ തിരിഞ്ഞും പറഞ്ഞൊന്നും കിടക്കണമൊന്നുമില്ല. അല്ലല്ല അത് വേണ്ട അത് പക്ഷെ ഇവന്റെ ഐഡിയ ഗെയിമറാണെന്ന് എനിക്കറിയില്ല. അല്ല, അവിടെ മറ്റേ എവരി ആക്ഷൻ ഹാസ് എ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച സിദ്ധാന്തമാണ് അവൻ ചെയ്തത്. അതായത് അവൻ വേണോന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റൂല വേണോന്ന്. ഇപ്പം നമ്മൾ തന്നെ കയറി ഒരു ഹോട്ടലിൽ കയറി വെച്ചോ, ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു 10 ബിരിയാണി മേടിച്ച് കഴിച്ചോ, അല്ലെങ്കിൽ 2 ചേട്ടാ ചിക്കൻ കൊറ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? അല്ല വേണ്ട ചേട്ടാ അത് വേണ്ട, നമ്മൾ ചോറ് മതി. എന്നാൽ ആ സമയത്ത് ഇവൻ വന്ന് ഒരു 5 മിനിറ്റ് ഒരു അക്ഷരം പോലും മിണ്ടാതെ നിൽക്കുവാണെങ്കിൽ നമ്മൾ പറയും മോനേടാ ഇത് ചെറിയ റൂമാണല്ലോ, ഒരു റൂം കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിക്കും. ഇവൻ അതിനുള്ള ഗ്യാപ്പ് തരൂല. അതാണ് ഇവന് ഭയങ്കര സൈക്കോളജിക്കൽ മൂവാണ്. അതായത് ഇവനെ സംബന്ധിച്ചിട്ട് വേറെ ഒന്നുമില്ല, ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫണ്ടാണ്. അപ്പോൾ ഈ ഫണ്ട് കിട്ടാനായിട്ട് ഇവൻ നോക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിനേക്കാളും കുറച്ച് നേരം ഇരുന്ന് ചിന്തിച്ച് നല്ല വാചകങ്ങൾ കണ്ടെത്തി ഒരു മനുഷ്യനെ അനക്കാൻ പറ്റുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ അതാണല്ലോ ബെറ്റർ. അല്ല പിന്നെ ഞാനാലും കൂടി ഇങ്ങനെ ഒരു ചിന്ത ഇവന് വരാൻ എന്താ, ഏതായാലും 60 ലക്ഷം രൂപ അവന്റെ കയ്യിലുണ്ട്, ഒരു 10-25 ലക്ഷം രൂപ 30 ലക്ഷം രൂപ ആയിട്ടുണ്ട്. 10 ലക്ഷം കൂടി ഇറക്കിയിട്ട് 50 ലക്ഷം അവനെടുക്കാം. ഇതൊന്ന് ഇറക്കിയിട്ട് പറ്റണമെങ്കിൽ ഈ പണം ഒന്ന് അല്ല ഇറക്കി കഴിഞ്ഞാൽ ഇവന്റെ വില പോവുമല്ലോ ബ്രോ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇവൻ ഇത് ഇറക്കിയെന്ന് വെച്ചോ, എക്സാക്ട്ലി ഇവന് വീണ്ടും ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ചെല്ലുമോ? അപ്പോൾ ഇവനെ സംബന്ധിച്ചിട്ട് മുടങ്ങിപ്പോയ പടം എന്ന് പറഞ്ഞാലും പ്രൊഡ്യൂസറെ കിട്ടും. അതാണ് ഇവന്റെ ഫേസ്ബുക്കിൽ ഇപ്പൊ കിടക്കുന്ന ഐഡിയ. കാരണം
ഇവനോട് ഇപ്പൊ പറയണത് ആൾക്കാര് ഇതാണ് അതിന്റെ തന്ത്രം അതാണ്. ഞാൻ പറഞ്ഞില്ല, അവന് കിടക്കുന്ന കമന്റുകൾ മൊത്തം സാരൂല ബ്രോ, പോയത് പോട്ടെ, അതായിരിക്കുള്ളൂ പോട്ടെ, നമുക്ക് ഇനിയും കഴിയുമല്ലോ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ആ ഡയലോഗ് പറയുന്നതിന്റെ പ്രൊഫൈൽ പിക്ചർ ഇവനെടുത്ത് വെച്ച് നോക്കിയിട്ട് അവന് പൈസ ഉണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് അവൻ്റെ 10 ഫോട്ടോയും കണ്ടിട്ട് ആളെ മനസ്സിലാക്കിയിട്ട് അവൻ അട്രാക്റ്റഡ് ആവുന്ന രീതിയിലുള്ള ഡയലോഗ് ഇവനിറക്കും. എന്നിട്ട് അവൻ്റെ അടുക്കേ ചെല്ലും. ചെന്നിട്ട് അവൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടോ ഇല്ലയെന്ന് ഏതെങ്കിലും 10 ഡയലോഗ് വഴി ഇവൻ അറിയും. അത് കഴിഞ്ഞിട്ട് ഇവൻ നേരെ ഒരു അനക്കം അങ്ങോട്ട് വെച്ച് കൊടുക്കും. ഇത് മറ്റേ ഷമ്മി തിലകൻ്റെ അടുക്കലൊന്നും നടന്നില്ല, മനസ്സിലായ? മനോജ് കേജൻ്റെ അടുക്കലൊന്നും നടന്നില്ല. അവർക്ക് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. മനസ്സിലായിട്ടുണ്ടാവുന്നു. എന്താണെന്ന് വെച്ചാലേ എന്നോട് ഈ പുള്ളി ഞാനപ്പോ ഇവ രണ്ടുപേരും ഉണ്ടല്ലോ, അപ്പൊ കാസ്റ്റിംഗ് നല്ല പോസ്റ്റായി. നമ്മളോട് ചെന്നാച്ചോ നമ്മുടെ ക്യാരക്ടറും പറഞ്ഞ് അവര് 3 ദിവസം മനോജ് ചേട്ടൻ വരാന്ന് പറഞ്ഞ് 4 ദിവസം ക്ഷമിച്ചേട്ടൻ വരാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ ആണല്ല ഈ എനിക്ക് ഞാൻ ചോദിക്കും ഇവിടെ വേണ്ടേ അവര്? അല്ലേട്ടാ നമുക്ക് ഇതങ്ങ് എടുത്തിട്ട് അത് നമുക്ക് വരുത്താം, ഡേറ്റിന്റെ ഒരു ക്ലാഷിംഗ് ഉണ്ടല്ലോ. അല്ല ഇവന്റെ എന്നെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബിജുക്കുട്ടൻ ബ്രോ ചെന്നത് ഇവന്റെ കാര്യം കൊണ്ട് മാത്രമല്ല. എനിക്ക് തോന്നുന്നു ബിജുക്കുട്ടൻ ബ്രോ ഇതിനു മുമ്പ് ചെന്താമരാശന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിജുക്കുട്ടൻ നേരത്തെ ഒരു പടം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇവനെ സംബന്ധിച്ചിട്ട് ഈ ചെന്താമരാശനെ ഇവൻ ബൂസ്റ്റ് ചെയ്ത് കയറ്റി വെച്ചേക്കാണ് അവിടെ. അപ്പോൾ ആ പുള്ളീനെയും കൂടെ ട്രാക്ക് ഇട്ടിട്ട് ഇവൻ എവിടെയാണോ ഹുക്ക് കിട്ടുന്നത് ആ ഹുക്കുമ്പോൾ പിടിച്ചാണ് ഇവൻ കയറുക. അല്ല ഇവൻ ഭയങ്കര തന്ത്രശാലിയാണ്. ഇവനെ മറ്റേ ഈ നുഴഞ്ഞുകയറ്റത്തിനൊക്കെ വിട്ട അടിപൊളിയായിരിക്കും. ആൾമാറാട്ടം, നുഴഞ്ഞുകയറ്റം, അങ്ങനത്തെ സ്പൈ വർക്കുകൾക്കൊക്കെ വിട്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അയ്യോ ഇവൻ എൻ്റെ അടുക്കൽ കുറേ നമ്പറുകൾ ഇറക്കി. പക്ഷേ എന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്കത് കേൾക്കാനുള്ള സമയം ഉണ്ടായില്ല. ഒന്നാമത്തെ കാര്യം ഇവൻ ബോൾട്ടാണെന്ന് നമുക്ക് ആദ്യമേ മനസ്സിലായി. പിന്നെ എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കാനുള്ള പ്രപ്രതായിൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇപ്പം വർക്ക് തീർക്കാൻ സമ്മതിക്കാതായപ്പം നമുക്കത് പറയാനുള്ള സ്പേസ് പോലും കിട്ടുന്നില്ല. അതായത് ഇവിടെ വേറെ കഥയാണ്. കഥയടിച്ച് അവൻ ഭയങ്കര കഥയായിരുന്നു. ഇനിയിപ്പോൾ പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇപ്പം പോലീസിനെടുക്കൽ എന്താ കഥ പറയണമെന്ന് കണ്ടറിയാം. എന്തായാലും കൊള്ളാം. ഞാനപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് അപ്ഡേഷൻ വരുമ്പോൾ ഞാൻ വിളിക്കാം.